Today is a gift. Yesterday is a history. Tomorrow is a mystery. Today is a gift. ആദ്യമായിട്ടാണ് സച്ചിന് തൻ്റെ കയ്യിൽ ഒരു ലിസ്റ്റുമായിട്ട് വരുന്നത്. ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഐ എം ക്യാരിയിങ് എ ലിസ്റ്റ് ഇൻ മൈ ഹാൻഡ്. എന്തിനറിയോ? ആരോടും നന്ദി പറയാൻ വിട്ടുപോകേണ്ട ചോദിച്ചിട്ട്. ദ ലൈഫ് ഈസ് ഹിയർ. The life is this second. Do you have any problem? Do you have any any tension this second? Green Lives Coaching and Training Solution. ഒരു 90% ആളുകളും ഒന്നില്ലെങ്കിൽ പാസ്റ്റിൽ സ്റ്റക്കാണ്. അതായത് കഴിഞ്ഞ കാല ജീവിതത്തിൽ എന്തെങ്കിലും ഇപ്പോൾ ഷുക്കൂർക്കൻ്റെ അടുത്തൊക്കെ കൗൺസിലിംഗ് ചെയ്യാൻ വരുന്ന ആളുകൾ കൂടുതൽ എന്തേക്കാരം അവർ കഴിഞ്ഞ കാല ജീവിതത്തിൽ കഴിഞ്ഞ കാല ലൈഫിൽ എന്തെങ്കിലും വലിയ അബദ്ധമോ അല്ലെങ്കിൽ മിസ്റ്റേക്സുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും മണ്ടത്തരങ്ങളോ കാണിച്ചിട്ടുണ്ടാവും. അതിൽ കുടുങ്ങി കിടക്കുകയാണ്. അതിലിപ്പോഴും കുടുങ്ങി കിടക്കുകയാണ്. നമ്മളത് തോളിലിട്ട് നടക്കുകയാണ്. പണ്ടെന്നോ സംഭവിച്ച 4ാം ക്ലാസ് പഠിക്കുമ്പോഴോ ചിലപ്പോൾ അതിന് മുമ്പ് സംഭവിച്ച ചില കാര്യങ്ങളുണ്ടാവും. ഇവരത് ഹിപ്നോട്ടിസത്തിലൂടെ പോയിട്ട് പുറത്ത് കൊണ്ടുപോയി ചെയ്യുക, എന്നിട്ട് അതിനെ വൈപ്പ് ഔട്ട് ചെയ്യുക. NLP സ്വിച്ച് തെറാപ്പി ഒക്കെ പറഞ്ഞാൽ എന്താണ്, ആ സാധനത്ത് മറച്ച് കളയുക ചെയ്യുക. അപ്പോൾ ഈ ഒരു സാധനം ഉള്ളിലുണ്ടെങ്കിൽ എന്താ പറയുക, നമുക്ക് സക്സസ് എൻജോയ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഹൃദയത്തെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പ്യൂരിഫൈ ചെയ്യണം. പ്യൂരിഫൈഡ് ഹാർട്ട് സെറ്റ് ഇല്ലാതെ മൈൻഡ് സെറ്റ് മാത്രം അച്ചീവ് ചെയ്തുകൊണ്ടൊന്നുണ്ടാവില്ല, സക്സസ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യണം, നമ്മൾ പല ആളുകളും ഒന്നുമില്ലെങ്കിൽ കഴിഞ്ഞ കാല ജീവിതത്തിലേക്കാണ് അവർക്ക് ടെൻഷൻ ഉണ്ടാവുക. കഴിഞ്ഞ കാല ജീവിതത്തിൽ അവർ ചെയ്ത അബദ്ധങ്ങളെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്, യെസ്റ്റർഡേ ഇസ് എ ഹിസ്റ്ററി, ടുമോറോ ഇസ് എ മിസ്റ്ററി, ടുഡേ ഇസ് ദ ഓൺലി ക്യാഷ് യു ക്യാൻ ടേക്ക്. യെസ്റ്റർഡേ എന്താണ്, ചരിത്രമാണ്. അല്ലെങ്കിൽ യെസ്റ്റർഡേ ഇസ് എ പ്രോമിസ് ക്യാൻസൽഡ് ചെക്ക്, ടുമോറോ ഇസ് എ പ്രോമിസറി നോട്ട്, ടുഡേ ഇസ് ദ ഓൺലി ക്യാഷ് യു ക്യാൻ ടേക്ക്. അല്ലെങ്കിൽ പറയും യെസ്റ്റർഡേ ഇസ് എ ഹിസ്റ്ററി, ഇന്നലകൾ ചരിത്രമാണ്. ചത്തുപോയ കുട്ടിക്ക് ജാതകം നോക്കിയിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ പല ആളുകളും ഇപ്പോഴും എന്താണ്, ആ കഴിഞ്ഞ കാല ജീവിതത്തിൽ സ്റ്റക്കായി കിടക്കുകയാണ്. ടുമോറോ ഇസ് എ മിസ്റ്ററി. ഇനി കുറച്ചേക്കാരുണ്ട്, എല്ലാവരും അങ്ങനെയല്ല. ചില ആളുകൾക്ക് ഭയങ്കര ആങ്സൈറ്റി എന്തായിക്കാരം, വാട്ട് അബൌട്ട് മൈ ടുമോറോ, എൻ്റെ നാളെ എന്താവും, അല്ലേ, എൻ്റെ ഫ്യൂച്ചർ എന്താവും, എൻ്റെ ടുമോറോസ് എന്താവും. സോ അവരുടെ ടെൻഷൻ മൊത്തം എന്താണ്, നാളെക്കുറിച്ചാണ്. ഉത്കണ്ഠയാണ്, ആങ്സൈറ്റിയാണ്. അപ്പോൾ അവർക്ക് ടെൻഷൻ എന്താണ്, എൻ്റെ ഫ്യൂച്ചർ എന്താവും, എൻ്റെ ടുമോറോ എന്താവും. സോ അപ്പോൾ അവിടെ ടുമോറോ ഇസ് എ മിസ്റ്ററി, നാളുകളിൽ നിഗൂഢമാണ്. നാളെ എന്ത് സംഭവിക്കുന്നു ലോകത്ത് ആർക്കും അറിയില്ല. അമേരിക്കൻ പ്രസിഡന്റ് ആണെങ്കിലും ഇന്ത്യൻ പ്രസിഡന്റ് ആണെങ്കിലും വാട്ട് വിൽ ഹാപ്പൻ ദ നെക്സ്റ്റ് സെക്കൻഡ് നോബഡി നോസ്. ബട്ട് വി ആർ വറീഡ് അബൌട്ട് അവർ ടുമോറോസ്. നമ്മുടെ ടെൻഷൻ മൊത്തം കിടക്കുന്ന എവിടെയാണ്, നാളെയിലാണ്. അപ്പോൾ നമ്മൾ ടെൻഷൻ, അപ്പോൾ ഈ രണ്ട് പ്രശ്നത്തിലാണ് ആളുകൾ കുടുങ്ങി കിടക്കുന്നത്. പക്ഷേ ഹാർട്ട് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹാർട്ട്ഫുൾ മെഡിറ്റേഷൻ ഒക്കെ ഉണ്ട്. ഹാർട്ട് സെറ്റ് എന്നൊക്കെ പറഞ്ഞതാണ് ഈ നിമിഷത്തിൽ ജീവിക്കുകയാണ്. ലിവ് ഇൻ ദ പ്രസന്റ്. ടുഡേ ഇസ് എ ഗിഫ്റ്റ്, യെസ്റ്റർഡേ ഇസ് എ ഹിസ്റ്ററി, ടുമോറോ ഇസ് എ മിസ്റ്ററി, ടുഡേ ഇസ് എ ഗിഫ്റ്റ്. ഇന്ന് നമുക്ക് കിട്ടിയ സമ്മാനമാണ്. ദാറ്റ് ഈസ് വൈ ഇറ്റ്സ് കോൾഡ് ദ പ്രസൻറ്റ്. അതുകൊണ്ടാണ് നമ്മളതിനെ പ്രസൻറ്റ് എന്ന് വിളിക്കുന്നത്. സോ എൻജോയ് ടുഡേ, ലിവ് ഇൻ ദ മൂമെൻറ്റ്, ലിവ് ഇൻ ദ പ്രസൻറ്റ്. ഈ നിമിഷത്തിലാണ് ജീവിക്കേണ്ടത്. നമ്മളിപ്പോൾ ചായ കുടിക്കുമ്പോൾ നമ്മൾ ഫുൾ ടെൻഷനിലാണ്. ഒന്നുമില്ലെങ്കിൽ ഇന്നലെക്കുറിച്ചുള്ള ടെൻഷനാണ്, ഇല്ലെങ്കിൽ നാളെക്കുറിച്ചുള്ള ടെൻഷനാണ്. ബിരിയാണി കഴിക്കുമ്പോൾ നമ്മൾ ഫുൾ ടെൻഷനാണ്. വി ആർ നോട്ട് എൻജോയിങ് ദിസ് സെക്കൻഡ്, ദിസ് മൂമെൻറ്റ്. നിങ്ങൾ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ക്ലാസ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരിങ്ങനെ പറയും, ദ ലൈഫ് ഈസ് ഹിയർ, the life is this second. Do you have any problem? Do you have any any tension this second? ഈ സെക്കൻഡിൽ, ഈ മൊമെൻറ്റിൽ ആർക്കെങ്കിലും ടെൻഷൻ ഉണ്ടോ? ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഈ നിമിഷം, ഈ മൊമെൻറ്റിൽ, ഈ സെക്കൻഡിൽ ഡു യു ഹാവ് എനി ടെൻഷൻ? ആർ യു വറീഡ് അബൌട്ട് നൗ? നോ, ഉണ്ടാവില്ല. നമ്മുടെ ടെൻഷൻ എന്താണ്, നാളെക്കുറിച്ച്. വാട്ട് അബൌട്ട് ടുമോറോ, വാട്ട് അബൌട്ട് നെക്സ്റ്റ് വീക്ക്, വാട്ട് അബൌട്ട് നെക്സ്റ്റ് മന്ത്. വി ആർ വറീഡ് അബൌട്ട് ടുമോറോസ് വിൽ ഹാവ് ഇറ്റ്സ് ഓൺ പ്രോബ്ലം, അല്ലേ? അല്ലെങ്കിൽ എന്താണ്, യു ഗോട്ട് സ്റ്റക്ക് ഇൻ പാസ്റ്റ്, ഈദർ പാസ്റ്റ് ഓർ ഫ്യൂച്ചർ. സോ വി ആർ നോട്ട് ലിവിങ്, നമ്മൾ ജീവിക്കുന്നില്ല. വി ആർ നോട്ട് എൻജോയിങ് അവർ ലൈഫ്. ബട്ട് ലൈഫ് ഈസ് വേർ, ലൈഫ് ഈസ് ഇൻ ദ മൊമെൻറ്റ്, ലൈഫ് ഈസ് ഇൻ ദ പ്രസൻറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്രസൻറ്റ് എന്ത് ചെയ്യണം, ഈ നിമിഷമാണ് ജീവിക്കേണ്ടത്. ഈ നിമിഷം ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, പ്രസൻറ്റ് എൻജോയ് ചെയ്യാൻ പറ്റണം. പ്രസൻറ്റ് എൻജോയ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, നമ്മൾ ഹാർട്ട് മൈൻഡ് റീപ്രോഗ്രാമിങ് ചെയ്യുന്ന പോലെ തന്നെ ഹാർട്ടിന് എന്ത് ചെയ്യണം, നമ്മൾ റീപ്രോഗ്രാമിങ് ചെയ്യണം. ഹാർട്ട് റീപ്രോഗ്രാമിങ് ചെയ്യാൻ 6 ടൂളാണുള്ളത്. I have studied 6 tools. There are 6 tools to purify your heart. One is that unconditional love. ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡാണ്. നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി കാണിക്കാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാവണം. നന്ദി കാണിക്കുന്ന ആളുകൾ ഭയങ്കര റിച്ച് ആയിക്കാരം മനസ്സിൽ, അല്ല? ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നാ പറയാം. ബിൽഡ് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. നന്ദി കാണിക്കുന്ന ആൾക്കാർ പൊതുവെ റിച്ച് ആവും. If you observe the great people, world-class people, the wealthiest people, the rich people, most of them you can see that they are very thankful.
അവർ ഭയങ്കര നന്ദിയുള്ള ആൾക്കാരായിരിക്കും. നിങ്ങൾ അറേബ്യൻസിനെ നോക്കൂ, ഇംഗ്ലീഷുകാരെ നോക്കൂ, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം റഷീദൊക്കെ പറഞ്ഞു മാർവാടികൾ നോക്കൂ, സിന്ധ് അല്ലേ, സിന്ധികൾ നോക്കൂ. ദേ ആർ വെരി ഗ്രേറ്റ്ഫുൾ, ഭയങ്കര നന്ദിയുള്ള ആൾക്കാരായിരിക്കും. അതിന് എക്സാമ്പിൾ ഇഫ് യു ജസ്റ്റ് വാച്ച് സച്ചിൻ ടെണ്ടുൽക്കർ റിട്ടയർമെൻറ്റ് സ്പീച്ച്. സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ റിട്ടയർമെൻറ്റ് സ്പീച്ച് കണ്ടാൽ നമുക്ക് മനസ്സിലാവും 4-ാം വയസ്സിൽ ബാറ്റ് വാങ്ങിക്കൊടുത്ത സിസ്റ്റർ മുതൽ കൈ പിടിച്ച് തൻ്റെ കളിക്കളത്തിൽ കൊണ്ടുപോയ തൻ്റെ ജ്യേഷ്ഠനോട് മുതൽ പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന അമ്മയെ ഓർത്ത് ഓരോ സെഞ്ചുറി അടിക്കുമ്പോഴും ബാറ്റ് മുകളിലോട്ട് ഉയർത്തി അച്ഛനോട് നന്ദി പറയുന്ന ഓരോ ആളുകളോടും സച്ചിൻ ആദ്യമായിട്ടാണ് സച്ചിൻ്റെ കരിയറിൽ ഈസ് ക്യാരിയിങ് എ ലിസ്റ്റ് ഇൻ ഹിസ് ഹാൻഡ്. ആദ്യമായിട്ടാണ് സച്ചിന് തൻ്റെ കയ്യിൽ ഒരു ലിസ്റ്റുമായിട്ട് വരുന്നത്. ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഐ എം ക്യാരിയിങ് എ ലിസ്റ്റ് ഇൻ മൈ ഹാൻഡ്. എന്തിനറിയോ? ആരോടും നന്ദി പറയാൻ വിട്ടുപോകേണ്ട ചോദിച്ചിട്ട്. എന്നിട്ട് കൂടെ കളിച്ച കാംബ്ലിയോട്, കൂടെ കളിച്ച ലക്ഷ്മണനോട്, സൗരവ് ഗാംഗുലി, നിങ്ങൾ ജസ്റ്റ് വാച്ച് ദാറ്റ് സ്പീച്ച്, യു അണ്ടർസ്റ്റാൻഡ് വൈ സച്ചിൻ ടെണ്ടുൽക്കർ ഈസ് സക്സസ്ഫുൾ. എന്നിട്ട് ലാസ്റ്റ് പറയാണ് ദ ബെസ്റ്റ് പാർട്ട്ണർഷിപ്പ് ഐ ഹാവ് എവർ ഹാഡ് ഇൻ മൈ ലൈഫ്, ദാറ്റ് ഈസ് മൈ വൈഫ് അഞ്ജലി. ഞാൻ ജീവിതത്തിൽ ഉണ്ടാക്കിയ ഏറ്റവും നല്ല കൂട്ടുകെട്ട് എൻ്റെ ഭാര്യയുമായിട്ടാണ്. ഇവരൊക്കെ ഞാൻ കളിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല കൂട്ടുകാർ. കാരണം അവളുടെ MBBS കരിയർ അവൾ സാക്രിഫൈസ് ചെയ്തു. യു ഗോ ആൻഡ് പ്ലേ ഫോർ ഇന്ത്യ, ഐ വിൽ ടേക്ക് കെയർ ഓഫ് ദ ഫാമിലി എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ക്രിക്കറ്റിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി. സോ ഐ വുഡ് താങ്ക് മൈ. അപ്പോൾ അഞ്ജലിക്ക് അറിയാണ് പ്രോഗ്രസ് കാർഡിൽ ഒപ്പിടാൻ പറ്റാത്ത മക്കളോട് സോറി പറയാണ്. ഇനിയുള്ള എല്ലാ പ്രോഗ്രസ് കാർഡിലും ഒപ്പിടാൻ പിന്നെന്തുണ്ടാവും, ഇൻ ദ ഫ്യൂച്ചർ ഐ വിൽ ബി കമ്മിങ് ടു യുവർ സൈൻ. അപ്പോൾ ഇങ്ങനെ ഓരോ ആളുകളോടും സച്ചിൻ എന്ന് പറയാം. അങ്ങനെ ഒബ്സർവ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും ദീസ് പീപ്പിൾ ദേ ആർ വെരി ഗ്രേറ്റ്ഫുൾ. അപ്പോൾ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, ഇഫ് യു പ്രാക്ടീസ് നിങ്ങൾ ഈ കൗൺസിലേഴ്സിനൊക്കെ പോലെ എല്ലാവരും പറയുന്ന കോമൺ സാധനമാണ് റൈറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്, റൈറ്റ് ജേർണൽ എവരി ഡേ. റൈറ്റ് വൈ വി റൈറ്റ് ജേർണൽ? ബിക്കോസ് ഇറ്റ്സ് ആറ്റിറ്റ്യൂഡ് ഓഫ് gratitude. Green Lives Coaching and Training Solution.